ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലിൻ്റെ വീഡിയോ ആണ്. വിഷു ഒക്കെ വരികയാണല്ലോ, അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അതിനിവിടെ നമ്മൾ 2 കളർ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റഡിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് B7000 ഗ്ലൂ വേണം. ഇത് OHP ഷീറ്റാണ്. സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്കിത് A4 സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിന് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് സ്റ്റോണുകളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ തന്നെ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. നമുക്ക് വിഷുവൊക്കെ വരികയാണല്ലോ, അപ്പോൾ വിഷുവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കമ്മലാണിരുന്നു അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ട് നോക്കിക്കോളൂ. എളുപ്പം ചെയ്യാൻ പറ്റും. സ്റ്റോൺ ചെയിനൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇതും അതുപോലെ തന്നെ വിഷുവിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. സെറ്റ് മുണ്ടിൻ്റെയും സാരിയുടെയും ഒക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. കളർ നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്തെടുക്കാനും പറ്റും. എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം നമ്മളിതാ ഇതുപോലെ ഒരു വളഞ്ഞ രീതിയിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കർവ് പോലെയാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത്, കണ്ടോ. കറക്റ്റ് ഷേപ്പല്ല, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു വളവ് ആ രീതിയിൽ. ഇനി ഇതിൻ്റെ അടുത്ത് നമുക്ക് റെഡ് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ മോഡലുകളൊക്കെ നമുക്കും ചെയ്തെടുക്കാം കേട്ടോ, ഓരോ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച്. അപ്പോൾ ഞാൻ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗോൾഡ് ഇയർ റിങ്സിൻ്റെ ഒക്കെ അതേ മോഡലിൽ സ്റ്റോൺ ചെയിനുകൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടൊന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെഡും കൂടി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വൈറ്റ് നിൽക്കുന്ന അത്രയും തന്നെ ഒട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോണുകളൊക്കെ വെച്ച് ചെയ്യുന്ന വർക്കുകൾ എപ്പോഴും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ ഒക്കെ അതേ ഒരു ഇത് വരും. അല്ലാതെ നമ്മളിപ്പോൾ ഗോൾഡ് പ്ലേറ്റിംഗ് ആയിട്ടുള്ള ജ്വല്ലറികൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതിനും റേറ്റ് അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതേ മോഡലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയില്ല അത് നമ്മൾ ചെയ്ത മോഡലാണെന്ന് തോന്നുകയില്ല. ഇനി ഇതാ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റെഡ് നമ്മൾ ഒട്ടിച്ച സ്റ്റോണിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്, വൈറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വളച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ വൈറ്റിൻ്റെ അടുത്ത് റെഡ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ പീസായിട്ടാണ് ഒട്ടിക്കുന്നത്, കാരണം ആ ഒരു ഷേപ്പ് കർവ് ചെറിയൊരു കർവാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റോൺ, ആ വലിയ സ്റ്റോണാണ് റെഡ്. അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ റൗണ്ടിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് പീസാക്കിയിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മൂന്നാമത്തെ സ്റ്റോണിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ, റെഡിൻ്റെ അടുത്തു നിന്നാണ് വൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ അതേ രീതിയിൽ ചെയ്യണം, എങ്കിലേ നമുക്ക് 2 കമ്മലും ഒരേ രീതിയിൽ കിട്ടുള്ളൂ, ഒരു പെർഫെക്ഷനോടെ കിട്ടുള്ളൂ. ഇതിൻ്റെ പെയർ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇതേ രീതിയിൽ തന്നെ ചെയ്തു. നമ്മളങ്ങനെ ചെയ്യരുത്, കാരണം നമ്മൾ 2 കമ്മലിന് ചെയ്യുമ്പോൾ രണ്ടും 2 രീതിയിൽ വേണം ചെയ്യാൻ. കാരണം ഇത് ഇങ്ങോട്ട് വളഞ്ഞിരിക്കുകയല്ലേ, നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ഇത് വളഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ കമ്മലിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വളഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യണം, എങ്കിലേ അത് ഭംഗിയുള്ളൂ കാതിലിടുമ്പോൾ. ഞാനത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് സ്റ്റോണ് മുകളിലത്തേനുള്ള സ്റ്റോണ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ബാക്കി പിന്നെ വേറെ പീസ് എടുത്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് നമ്മൾ ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കില്ല, വീഡിയോ എടുക്കുമല്ലോ, ആ ഒരു ഇതിലങ്ങനെ ചെയ്തു. പക്ഷേ അത് തെറ്റരുത് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 കമ്മലും 2 രീതിയിൽ ചെയ്യണം, എങ്കിലേ അതൊരു ഭംഗി കിട്ടുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന പോലെയാവും കാതിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മുടെ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കുക, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി രണ്ടാമത്തെ കമ്മൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് 2 സൈഡിലും വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ. മുകളിൽ വേണമെങ്കിൽ മുകളിൽ സ്റ്റഡ് ബേസ് ഒട്ടിക്കാം, അല്ലെങ്കിൽ താഴെ ഒട്ടിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എടുക്കണം നമ്മൾ. ഇത് ഈ ഒരു സൈഡിലേക്ക് വെക്കണം. അപ്പോൾ എനിക്കത് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. പക്ഷേ അടിയിലെ ഭാഗം നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല, കാരണം പീസല്ലേ കട്ട് ചെയ്തത്, അതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ അത് ഞാനിതുപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടിഭാഗം വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് ആ സ്റ്റോണുകളൊക്കെ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കമ്മലുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മോഡൽ പെയർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഓപ്പോസിറ്റായിട്ട് തന്നെ ചെയ്യണം, എങ്കിലാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കിനി ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അതാ നമ്മുടെ 2 കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. ഇനി അതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയ സ്റ്റഡ് ബേസ് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലുത് ഒട്ടിച്ചാൽ നമുക്കത് പുറത്തേക്ക് കാണും. അപ്പോൾ ചെറുത് ഒട്ടിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഒരു 24 മണിക്കൂറൊക്കെ ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സൈഡൊക്കെ ശ്രദ്ധിച്ച് ഉരുക്കുക. ഉരുക്കുമ്പോൾ വല്ലാതെ ഉരുക്കി പോരുത്. നന്ന സ്റ്റോണാണ്. അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാനേ പാടുള്ളൂ. കണ്ടോ, രണ്ടും ഒരേ രീതിയിൽ ഇതേ രീതിയിൽ വന്നാലേ അത് കാണാൻ ഭംഗിയുള്ളൂ. കാതിലിടുമ്പോൾ ഒരേ സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കമ്മൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.